നമസ്കാരം, ഏവർക്കും സ്വാഗതം. റൈറ്റ് വിംഗ് യൂട്യൂബ് ചാനൽ എന്നത് വലതുപക്ഷം മാത്രമല്ല, ശരിപക്ഷത്തിനോടൊപ്പം നിൽക്കുക എന്നതും എന്റെ ഒരു ദൗത്യമായി ഞാൻ കണക്കാക്കുന്നു. ഞാൻ ഇതുവരെ എന്റെ വീഡിയോകളിൽ ഒന്നും തന്നെ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് പറയാനുള്ളത് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേദി ആരംഭിച്ചത്. എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പക്ഷേ ഞാൻ ആദ്യമായി എന്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യൂ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ നാട്ടിൽ ബുദ്ധിജീവികൾ, പ്രബുദ്ധ ബുദ്ധിജീവികൾ, മതേതരവാദികൾ എന്നീ പേരുകളിൽ അഭിമാനം കൊണ്ട് ഊറ്റം കൊണ്ട് ജീവിക്കുന്നവർ ഈ ലോകത്തിന് മുന്നിൽ ചില വിഷയങ്ങളെ കണ്ണടച്ച് കാണുന്നു. അത് മറ്റൊന്നുമല്ല, ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥയാണ്. മതമില്ലാത്ത ലോകം, മതമില്ലാത്ത മനുഷ്യർ, ജാതി ചിന്തിക്കാത്ത വ്യക്തികൾ, ജാതിക്കും മതത്തിനും അതീതമായി ജീവിക്കുന്നവർ, ഇതെല്ലാം നല്ല തത്വങ്ങൾ തന്നെ. ലോകത്തിന് മുന്നിൽ അത്തരം തത്വങ്ങൾ വരികയും ലോകം മുഴുവൻ അതിനനുസരിച്ച് നീങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അത് എത്ര മനോഹരമാണ്. പക്ഷേ ഇന്ന് ലോകത്തിന്റെ അവസ്ഥ അതല്ല. ബംഗ്ലാദേശിൽ ഇസ്കോൺ എന്ന സംഘടനയെ നിരോധിക്കുന്നു. എന്താണ് ഇസ്കോൺ? ആരാണ് ചിന്മയ? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് കാരണം? ഈ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ 1966 ന്യൂയോർക്ക് സിറ്റിയിലാണ് ഇസ്കോൺ സ്ഥാപിച്ചത്. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, അന്താരാഷ്ട്ര കൃഷ്ണവബോധ സമിതി. ഹിന്ദു പുരാണങ്ങളായ ഭഗവത്ഗീതയിലെയും ഭാഗവതത്തിലെയും തത്വങ്ങളിലാണ് ഇതിന്റെ അടിസ്ഥാന വിശ്വാസം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ എപ്പോഴും പുസ്തകങ്ങളാണ് ഉണ്ടാവുക, കല്ലും വാളും ഒന്നും ഉണ്ടാകത്തുമില്ല. ബംഗ്ലാദേശിൽ തന്നെ ധാരാളമായ അനാഥാലയങ്ങൾ, വൃദ്ധാശ്രമങ്ങൾ, ഫ്രീ മെഡിക്കൽ ക്യാമ്പ്, മറ്റനേകം കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി വന്നിരുന്ന മഹത് സംഘടനയാണ് ഇസ്കോൺ. അതിനെയാണ് ഈ ചെറ്റ നിരോധിക്കാൻ നോക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബംഗ്ലാദേശിൽ നിലവിലുണ്ടായിരുന്ന സർക്കാരിനെ ഇല്ലാത്ത ചില ആരോപണങ്ങളുടെ പേരിൽ ലക്ഷക്കണക്കിന് പേർ ഒരുമിച്ച് തടിച്ചുകൂടുകയും ഭരണശിലാകേന്ദ്രങ്ങൾ വരെ തച്ച് തകർക്കുകയും ചെയ്തുകൊണ്ട് ഭരണാധികാരിയെ ആട്ടിയോടിച്ചു. പകരം ഒരു ബൊമ്മയെ അവിടെ പ്രതിഷ്ഠിച്ചു. നോബൽ സമ്മാന ജേതാവാണ്. അധികാരത്തിലെത്തിയ ഉടൻ തന്നെ തീവ്രവാദ സംഘടനകൾക്ക് മേലുണ്ടായിരുന്ന നിരോധനങ്ങൾ നീക്കി അവരെയെല്ലാം പുണ്യാളന്മാരായി പ്രഖ്യാപിച്ചു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുകയും ലോകം മുഴുവൻ കാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്യുന്ന ഹരേ കൃഷ്ണ ഫൗണ്ടേഷൻ ഇത്തരത്തിലൊരു സംഘടനയെ തീവ്രവാദ സംഘടനയായി ചിത്രീകരിച്ചുകൊണ്ട് അതിനെ നിരോധിക്കാനുള്ള പുറപ്പാടിലാണ് ബംഗ്ലാദേശ്. നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന ചെറിയ ചെറിയ ആക്രമണങ്ങൾ പോലും വലിയ രീതിയിൽ ഊതിപ്പെരുപ്പിക്കുമ്പോൾ ഓൾ ഐസ് ഓൺ റഫേൽ തുടങ്ങി ഓൾ ഐസ് ഓൺ പലസ്തീനിലേക്ക് എത്തി നിൽക്കുന്ന ഇന്ത്യയിലെ സെലിബ്രിറ്റീസ്, കേരളത്തിലെ സെലിബ്രിറ്റീസ്, ലക്ഷദ്വീപിലെ തെങ്ങുകൾക്ക് വളമടിച്ചതുപോലും കാവ്യവൽക്കരണമെന്ന് ഉറഞ്ഞു തുള്ളിയ നമ്മുടെ നാട്ടിലെ പ്രബുദ്ധ കിഴങ്ങൻ ബുദ്ധിജീവികൾ, ഈ ജീവികൾ എല്ലാവരുടെയും കണ്ണിപ്പോൾ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങി. മാത്രവുമല്ല, ഹിന്ദുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി 8 നിബന്ധനകൾ ബംഗ്ലാദേശ് സർക്കാരിന് മുന്നിൽ വെച്ചു. പീഡിപ്പിക്കപ്പെട്ട ഹിന്ദുക്കളുടെ സംരക്ഷണയ്ക്കും അവരുടെ പുനരധിവാസത്തിനുമായിട്ടുള്ള കേസുകൾ പരിഗണിക്കുന്നതിന് ഒരു സ്പെഷ്യൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കണം. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിനും അവകാശത്തിനുമായി മൈനോറിറ്റി പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരണം. ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് കൊണ്ടുവരണം. ഇന്ത്യയിലുള്ളത് കണ്ട കാലമായിട്ടും അവിടെ ഇല്ല എന്നത് നമ്മൾ മറക്കരുത്. നശിപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കണം. എല്ലാ കുട്ടികളെ പോലെ തന്നെ ഹിന്ദുക്കൾക്കും തങ്ങളുടെ മതാചാര പ്രകാരം സ്കൂളുകളിൽ പോകാൻ കഴിയണം. ഹിന്ദു കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. ദുർഗാപൂജയുടെ ഹോളിഡേ എക്സ്റ്റെൻഡ് ചെയ്യണം. ഹിന്ദുമത വിദ്യാഭ്യാസ ബോർഡ് ആധുനികവൽക്കരിക്കണം. ഇവിടെ ധാരാളം വരുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. പല പല വിഷയങ്ങളിൽ പല പല കാരണങ്ങൾ തർക്കിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ എല്ലാവരും ചെറിയ ചെറിയ വാർത്തകളിൽ ഒതുക്കുന്ന, എന്നാൽ ലോകത്തിൽ എല്ലായിടത്തും തന്നെ വരാൻ സാധ്യതയുള്ള വലിയൊരു പ്രത്യാഘാതത്തിന്റെ തുടക്കം. ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കാൻ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങളുടെ മതേതര പട്ടം തകർന്നു പോകുമെന്ന് കരുതിയാണോ? നിങ്ങൾ സംഘിച്ചാപ്പയ്ക്ക് ഇരയാകും എന്ന് കരുതിയാണോ? നമ്മുടെ നാട്ടിൽ നമുക്ക് എല്ലാവർക്കുമുണ്ട് മുസ്ലിം സുഹൃത്തുക്കൾ. അതിന് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്: ബംഗ്ലാദേശിലുള്ള മൊത്തം മുസ്ലിങ്ങളും തീവ്രവാദികളും കൊള്ളിവയ്പ്പുകാരും കൊലപാതകികളുമാണോ? ആണെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിലും അല്ല എന്നാണ് എന്റെ അഭിപ്രായം. അവിടെയും നമ്മുടെ നാട്ടിൽ എനിക്കുള്ള സുഹൃത്തുക്കൾ പോലെ, എന്റെ തൊഴിലിടങ്ങളിലുള്ള സുഹൃത്തുക്കളെ പോലെ തന്നെ ഒരുപാട് നല്ലവരായ മുസ്ലിങ്ങളുണ്ട്.
പക്ഷേ അവരെവിടെ? അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? അവർ നിശബ്ദരാണ്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, 2.5 കോടിക്ക് മേൽ ജനസംഖ്യയുള്ള അഫ്ഗാനിസ്ഥാനെ താലിബാൻ ചൂണ്ടുവിരൽ നിർത്തുന്നത് വെറും 1-2 ലക്ഷം താലിബാൻ തീവ്രവാദികളെ വെച്ചാണ്. അവിടെയും നല്ലവരായ മുസ്ലിങ്ങളില്ലേ? അവരെല്ലാരും ആക്രമിക്കപ്പെടുന്നില്ലേ? അവിടെയും സ്ത്രീകളുടെ ശബ്ദം പോലും പുറത്തു കേൾക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള നിഷ്ഠൂരമായ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ലോകം മുഴുവനും ശാന്തമായി ഉറങ്ങുകയാണ്. അപ്പോഴെല്ലാരും പലസ്തീനിലേക്ക് നോക്കുകയാണ്. പലസ്തീൻ തീവ്രവാദികൾ ഇസ്രായേലിന് മേൽ നടത്തിയ അതിക്രൂരമായ ഭീകരാക്രമണത്തിന്റെ ഫലമായിട്ടുള്ള കനത്ത തിരിച്ചടി നമ്മളെല്ലാവരും കണ്ടു. പലസ്തീനിലെ മുസ്ലിം സ്ത്രീകൾ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ ഇസ്രായേൽ നശിപ്പിക്കുന്നതിൽ സന്തോഷിക്കുന്നത്, അവരുടെയൊക്കെ ജീവിതം നശിപ്പിച്ചത് ഹമാസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു വിളിച്ചു ഓടുന്നവർ, ഹമാസിനെ ഒരിക്കലും ഈ രാജ്യത്ത് നിലനിർത്തരുതെന്ന് ഇസ്രായേൽ സൈന്യത്തോട് അഭ്യർത്ഥിക്കുന്ന പലസ്തീനിലെ മുസ്ലിം സ്ത്രീകളെ നമ്മൾ കണ്ടതാണ്. ليش ما عالجني؟ جيش بيقولوا جيش مجرم، هم عالجوني، جابوا له ميه، جابوا له اكل، خذ هذا جر. الله ينصركم عليهم، الله ينصركم عليهم، الله ينصركم على حماس، على حماس. പക്ഷെ അതൊന്നും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് പറയാൻ പേടി, നമ്മുടെ യൂട്യൂബേഴ്സിന് പറയാൻ പേടി, ഫേസ്ബുക്ക് സിംഹങ്ങൾക്ക് പറയാൻ പേടി, യൂട്യൂബ് യൂണിവേഴ്സിറ്റിയിലെല്ലാം അരിച്ചുപറക്കി റിസർച്ച് ചെയ്യുന്ന ധ്രുവ് റാത്തിയെ പോലുള്ള ലോക ചെറ്റകൾക്ക് ഇത്തരം വാർത്തകൾ പറയാൻ പേടി. മലയാളത്തിൽ തന്നെ എത്ര ചാനലുകൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരലിൽ പോലും എണ്ണാൻ തികയില്ല. എന്തിനാണ് പേടിക്കുന്നത്? നമ്മുടെ ചുറ്റും നല്ലവരായ മുസ്ലിങ്ങളുണ്ട്, അതുപോലെ തന്നെ ലോകത്ത് ഒരുപാടടുത്ത് നല്ലവരായ മുസ്ലിങ്ങളുണ്ട്. പക്ഷേ തീവ്രവാദികളുടെ മുന്നിൽ അവരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം ഒരുപോലെ നിസ്സഹായരാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന ക്രൂരമായ ഹിന്ദു നരനായാട്ട്. ഷേഖ് ഹസീനയെ പുറത്താക്കിക്കൊണ്ട് നടന്ന വലിയ ജനരോക്ഷം അത് അവിടുത്തെ ജനകീയ വിപ്ലവമായി ചിത്രീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാരും കമ്മികളും എല്ലാം അഭിമാനം കൊള്ളുന്നത് ഞാൻ കണ്ടു. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള തീവ്ര ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഗ്രൂപ്പുകൾ നടത്തിയ തികഞ്ഞൊരു ഓപ്പറേഷന്റെ ഫലമായി ബംഗ്ലാദേശിനെ തകർത്തിരിക്കുന്നു. തകർക്കപ്പെട്ട ബംഗ്ലാദേശിൽ യൂനിസിനെ പോലെ ഒരു നികൃഷ്ട ഭരണാധികാരിയെ അധികാരവും ഏൽപ്പിച്ചിരിക്കുന്നു. അയാൾ നൊബേൽ സമ്മാന ജേതാവാണ് പോലും. എന്ത് മാങ്ങാത്തൊലിക്ക്! നമ്മുടെ നാട്ടിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പണ്ടേ ചെയ്തു കഴിഞ്ഞ മൈക്രോ ഫിനാൻസ് ഈ യൂനിസ് എന്ന് പറഞ്ഞ കിഴങ്ങനാണ് പോലും ലോകത്തിന് സമ്മാനിച്ചത്. അങ്ങനെ ഒരു നൊബേൽ സമ്മാന ജേതാവിനെ ബംഗ്ലാദേശിന്റെ തലപ്പത്തിരുത്തിക്കൊണ്ടാണ് ഡീപ് സ്റ്റേറ്റ് അവിടെയും പ്രവർത്തിക്കുന്നത്. ഇത്തരം തീവ്രവാദികൾ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പോകുന്നത് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുകയാണ്. ഇന്ത്യയിൽ ഹിന്ദു എന്ന് പറയാൻ പാടില്ല. ഹിന്ദു എന്ന് പറയാൻ പലർക്കും ഭയമാണ്. എല്ലാവരും എപ്പോഴും ഞാൻ ഹിന്ദുവാണ്, പക്ഷെ ഞാൻ അങ്ങനെ അമ്പലത്തിലൊന്നും പോകാറില്ല, കുറി തൊടാറില്ല, ചരട് കെട്ടാറില്ല, അങ്ങനെയൊന്നുമില്ല, ദൈവമൊന്നും ഇല്ല, ഒരു ശക്തിയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കൊളോക്കിലായിട്ട് അല്ലെങ്കിൽ ഒരു നാവ് കൊണ്ട് ചേഷ്ടകൾ കാണിച്ച് എങ്ങനെയെങ്കിലും തടിതപ്പാൻ ശ്രമിക്കുന്ന ഹിന്ദുക്കൾ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ധൈര്യസമേതം ഐ ആം ആൻ അൺഅപ്പോളജറ്റിക് ഹിന്ദു എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് എപ്പോഴും നഷ്ടപ്പെട്ടു കഴിയും. പക്ഷേ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഹിന്ദു എന്ന് പറയാൻ പാടില്ല. കാരണം അവിടെ ഹിന്ദു മൈനോറിറ്റിയാണ്. മൈനോറിറ്റിയായ ഹിന്ദുക്കളുടെ അവിടുത്തെ അവസ്ഥ പരമദയനീയമാണ്. പാകിസ്ഥാനിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, ഹിന്ദു പെൺകുട്ടികളാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരെ തട്ടിക്കൊണ്ടുപോയി 50-60 വയസ്സുള്ള കിളവന്മാർ അവരെ വിവാഹം കഴിക്കും. അവരുടെ വീടുകൾ ക്രൂരമായി ആക്രമിക്കപ്പെടും. ബംഗ്ലാദേശിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഇങ്ങോട്ട് നടന്നിട്ടുള്ള നരനായാട്ടുകൾ നമ്മുടെ കണ്ണിൽ നിന്ന് മാധ്യമങ്ങൾ എന്തിനു മറച്ചു വെക്കുന്നു? നമ്മുടെ രാജ്യത്തേക്കും ഇത് വരാൻ വലിയ താമസമില്ല എന്നുള്ള ചിന്താഗതി ഇവിടെ പലർക്കും ഉണ്ടായി കഴിഞ്ഞു. കോൺഗ്രസിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ വിശ്വസിക്കുന്നവരായിക്കോട്ടെ, നല്ലവരായ മുസ്ലിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോളൂ. നിങ്ങൾ ആ സമയത്ത് നിസ്സഹായരായിരിക്കും. നിങ്ങൾക്കും അവിടെ ആരെയും രക്ഷിക്കാൻ കഴിയില്ല, ഇവിടെയും ആരെയും രക്ഷിക്കാൻ കഴിയില്ല. ഹിന്ദുക്കൾക്ക് നേരെ നടന്ന നരനായാട്ടും ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടതും അവരുടെ വീടുകൾ തകർക്കപ്പെട്ടതും ക്രൂരമായ ആക്രമണങ്ങളും ബലാത്സംഗങ്ങൾക്ക് ഒടുവിലും അവർ ഢാക്കയിൽ സംഘടിച്ചു. ശ്രീ ചിന്മയി കൃഷ്ണദാസ് ബ്രഹ്മചാരി അവർക്ക് നേതൃത്വം നൽകി. അവർ പറഞ്ഞത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ മുഴുവൻ അടിച്ചുകൊന്ന് ഞങ്ങൾ ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കും എന്നല്ല. ഞങ്ങളെ ആരും ഉപദ്രവിക്കരുത്, ഈ രാജ്യത്തിന്റെ ഭരണകൂടം ഞങ്ങളെ സംരക്ഷിക്കണം. ഞങ്ങളുടെ ഭവനങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ഞങ്ങളുടെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, ഞങ്ങളെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് സംരക്ഷണം വേണം എന്ന് മാത്രമാണ്. ആ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ടാണ് ശ്രീ ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ഇസ്കോൺ എന്നത് ഒരു തീവ്രവാദ സംഘടനയെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ നിരോധിക്കാനും തീരുമാനമെടുത്തിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ സമുന്നതനായ നേതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമ അടിച്ചു തകർത്തവൻ ഇന്നത്തെ ഭരണാധികാരിക്ക് കഴിവുറ്റവനാണ്. നാട് മുഴുവൻ തീയിട്ടവർ, ആംബുലൻസുകൾ അടിച്ചു തകർത്തവർ, ഭരണശിലാകേന്ദ്രങ്ങൾ കൈയടക്കിയവർ, എന്തിനധികം കൂടെയുള്ള ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയവർ, ഇവരെല്ലാവരും തന്നെ നിലവിലെ ഭരണാധികാരിക്ക് ശ്രേഷ്ഠന്മാരാണ്.
ഓഗസ്റ്റിലെ ഷെയ്ഖ് ഹസീനയുടെ പലായനത്തോടുകൂടി ബംഗ്ലാദേശ് കൂടുതൽ അക്രമാസക്തമാവുകയും മുസ്ലിം ഭീകരവാദികൾ അഴിഞ്ഞാടുകയും ചെയ്തു. കെട്ടിടങ്ങൾ തല്ലി തകർക്കുകയും ഹിന്ദുക്കൾക്ക് നേരെ വലിയ തോതിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കൂടിക്കൂടി വന്നതോടുകൂടി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നായി സംഘടിച്ച് ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ രൂപീകരിച്ചു. ഇതിന്റെ ഭാഗമായി നവംബർ 1-ന് 3000-ഓളം ഹിന്ദുക്കൾ തടിച്ചുകൂടി അവരുടെ സേഫ്റ്റിയും ഈക്വൽ റൈറ്റ്സിനും വേണ്ടിയിട്ട്. ഇതിന് നേതൃത്വം കൊടുത്ത ചിന്മയി കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ക്ഷേത്രങ്ങൾ തകർക്കുന്നതും ജഷിമുദ്ദീൻ റഹ്മാനിയെ പോലുള്ള തീവ്രവാദികളെ പുറത്തുവിടുന്നതും സന്യാസിയെ ജയിലിലടയ്ക്കുന്നതാണ് ഇന്നത്തെ ബംഗ്ലാദേശ്. ലോകം മുഴുവനും 850ഓളം ക്ഷേത്രങ്ങളുള്ള, 25 ലക്ഷത്തോളം കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്ന, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഹരേ കൃഷ്ണ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് നല്ലത് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഘടനയെ, തീവ്രവാദ സംഘടനയെ മുദ്രകുത്താൻ എന്താണ് ബംഗ്ലാദേശ് സർക്കാരിന് ഇത്രയും ധാർഷ്ട്യം? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇസ്കോണിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി മനുഷ്യ ബോംബായി ജനങ്ങൾക്കിടയിൽ പൊട്ടിത്തെറിച്ചത്? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇസ്കോൺ എന്ന സംഘടന തോക്കുകളും ഏന്തി ഏതെങ്കിലും പള്ളികൾ ആക്രമിച്ചത്? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇസ്കോൺ എന്ന സംഘടനയിൽപ്പെട്ട ആൾക്കാർ ശ്രീകൃഷ്ണന് ജയ് വിളിച്ചുകൊണ്ട് തുരുതുരെ ജനക്കൂട്ടങ്ങളെ വെടിവെച്ച് കൊന്നത്? ഒന്നും കേട്ടിട്ടില്ല. പക്ഷേ അവർ നിരോധിക്കപ്പെടാൻ പോവുകയാണ്. ഇത് ഒരു രാജ്യത്ത് ഹിന്ദുക്കൾ ന്യൂനപക്ഷമുള്ള, മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം, നമ്മുടെ തൊട്ട് അയൽവക്കത്ത് കിടക്കുന്ന രാജ്യം, ആ രാജ്യത്ത് സംഭവിച്ച കാര്യമാണ്. അതിനുവേണ്ടി പ്രതികരിക്കാൻ ഇവിടുത്തെ സംഘടനകളൊന്നും തയ്യാറല്ല. നാട്ടിലെ കോൺഗ്രസുകാർ മതേതരത്വം വിളമ്പുന്നതിന്റെ തിരക്കിലാണ്. കമ്മ്യൂണിസ്റ്റുകാർ മതേതരത്വവും സോഷ്യലിസവും ജനാധിപത്യവും എല്ലാം കൂട്ടിപ്പഴിച്ച് വിഴുങ്ങുന്നതിന്റെ തിരക്കിലാണ്. ഭാവിയിൽ വരാൻ പോകുന്ന വിപത്തുകളെ ഇപ്പോഴേ കാണിച്ചു തരാം. ഈ രാജ്യത്ത് തന്നെ മുസ്ലിങ്ങളോടായിട്ട് തന്നെ ഞാൻ പറയട്ടെ, എത്രയോ സ്ത്രീകളുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ട്വിറ്ററിലും എല്ലാം വളരെ ആക്റ്റീവായിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ പോലും മുസ്ലിം സ്ത്രീകൾ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നു. എല്ലാവരും അവർക്ക് ലൈക്ക്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ എല്ലാം കൊടുക്കുന്നു. അവരെ ആരാധനയായിട്ട് കാണുന്നു, അവരെ പുകഴ്ത്തുന്നു, അവരും സംസാരിക്കുന്നു. അവരും BJPക്കെതിരെ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഹിന്ദുക്കൾ ഭൂരിപക്ഷം കിടക്കുന്ന ഈ രാജ്യത്ത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആളുണ്ട്, നിങ്ങളെ എതിർത്താൽ അവനെ എതിർക്കാൻ ഇവിടെ ആളുണ്ട് എന്ന ധൈര്യത്തിൽ മാത്രമാണ് നിങ്ങളും ഈ പ്രവർത്തികൾ ചെയ്യുന്നത് എന്നത് നിങ്ങൾക്കറിയാത്ത കാര്യമാണ്. ഇവിടുത്തെ ഇടതുപക്ഷത്തിനെയോ ഇവിടുത്തെ കോൺഗ്രസിനെയോ കണ്ടിട്ടല്ല നിങ്ങളെ ആരെയും ഇവിടെ ബാക്കി വെച്ചിരിക്കുന്നത്. തീവ്ര മുസ്ലിം സംഘടനകൾ രാജ്യത്തിനല്ല ലോകത്തിന് മൊത്തം ഭീഷണിയാണ്. ഇതിനെപ്പറ്റി പറയാൻ നമ്മുടെ രാജ്യത്തിലെ എല്ലാ മീഡിയകളും ഭയപ്പെടുന്നു. പ്രശാന്ത് രഘുവംശൻ, ഷാനി പ്രഭാകരൻ, സ്മൃതി പരുത്തിക്കാട്, അരുൺകുമാർ, ഉണ്ണി ബാലകൃഷ്ണൻ, ഇവൻ സുജയ പാർവതി, ഇവരൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു നര വംശഹത്യ എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ഭയപ്പെടുന്നു. ഇത്തരം ചെറ്റ മാധ്യമങ്ങൾ വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം കണ്ണു മൂടിക്കെട്ടിയുള്ള വാർത്താ റിപ്പോർട്ടിങ്ങുകൾ, ഇവിടെ ആർക്കും ആരുടെ ആവശ്യം മറ്റൊരാൾ അടിച്ചമർത്തുകയല്ല. സ്വാതന്ത്ര്യത്തോടെ തന്റെ കുട്ടികളോടൊപ്പം തന്റെ കുട്ടികൾക്ക് ഇനിയൊരു പുതിയ ഭാവി, നല്ലൊരു ജീവിതം, ഇതെല്ലാം കണ്ടുകൊണ്ട് ജീവിക്കുക എന്നത് മാത്രമാണ്. പക്ഷേ അതിന് സമ്മതിക്കാത്ത ഒരു കൂട്ടം ഈ രാജ്യത്തും പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന് ഒരുപാട് തെളിവുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇന്നും സ്ത്രീകൾ സ്റ്റേജിൽ കയറുന്ന കാര്യത്തിൽ പോലും തർക്കിക്കുന്ന തീവ്ര മുസ്ലിം ചിന്താഗതിക്കാർ, ഫേസ്ബുക്കിലും വാട്സപ്പിലും ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഫോട്ടോസ് ഇടുന്നതും റീൽസ് ഇടുന്നതും എല്ലാം മഹാപാപമാണെന്ന് ചിന്തിക്കുന്നവർ, ഒരു കാലത്ത് ഫോട്ടോ എടുക്കുന്ന പോലും ഹലാലല്ല ഹറാമാണെന്ന് പറഞ്ഞിരുന്നവർ, ഇപ്പോൾ എല്ലാ ഉസ്താദന്മാരും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലാണ്. സ്വർഗത്തിലേക്കുള്ള പ്രയാണമെന്ന എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമന്റും ഷെയറും ചെയ്യണേ. അടുത്ത തവണ കാണും വരേക്കും അസ്സലാമു അലൈക്കും. പക്ഷേ ആ ചാനലിൽ ഇരുന്നു കൊണ്ട് പോലും അവർ വിളമ്പുന്നത് പൂർണ്ണമായി വർഗീയ വിഷമാണ്. പക്ഷേ അതിനെപ്പറ്റി സംസാരിക്കാൻ ഇവിടുത്തെ യൂട്യൂബേഴ്സും തയ്യാറല്ല, ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ തയ്യാറല്ല. ഒരു 50 അല്ലെങ്കിൽ 100 വർഷത്തിനുള്ളിൽ വരാൻ പോകുന്ന വലിയൊരു വിപത്തിന്റെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ബംഗ്ലാദേശ്. നിങ്ങളുടെ കണ്ണുകൾ പോകേണ്ടത് ഇസ്കോണിനെ പോലെ ലോകത്ത് നന്മ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സംഘടനയെ പോലും നിരോധിച്ചുകൊണ്ട് മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളെല്ലാം നല്ലവരായി പ്രഖ്യാപിക്കുന്ന ബംഗ്ലാദേശിലെ ഭൂരിപക്ഷ ഭരണകൂടത്തെയാണ്. ജഷിമുദ്ദീൻ റഹ്മാനിയെ പോലെയുള്ള തീവ്രവാദികളെ പുറത്തു വിട്ടുകൊണ്ട് ചിന്മയ കൃഷ്ണദാസിനെ പോലെ ഇതുവരെ യാതൊരു തീവ്രവാദ പ്രവർത്തനങ്ങളും ചെയ്തിട്ടില്ലാത്ത, എന്നാൽ നല്ലത് മാത്രം ചെയ്തിട്ടുള്ള വ്യക്തിയെ ജയിലിൽ അടച്ചുകൊണ്ടാണ് പുതിയ ബംഗ്ലാദേശ് അവരുടെ മതേതരത്വ മൂല്യം പുറത്തെടുക്കുന്നത്. അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരുപാട് ചാനലുകളുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയാണ്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെയും. ഇവരെല്ലാവരും ചെയ്യുന്നത് ഏറ്റവും വലിയ വർഗീയ വിഷക്കുത്തിത്തിരിപ്പുകളാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ദേവനന്ദയുടെ കാലിൽ സ്പർശിച്ച ആ ഒരു വയോധികന്റെ പുറകെയാണ്. സാംസ്കാരിക കേരളത്തിന് നാണക്കേടായി, പുതിയ ഭാരതത്തിന് നാണക്കേടായി ഒരു കുട്ടിയെ മതത്തിന്റെ പേരിൽ
ആ കുട്ടിയെ ദൈവമായി കണ്ടുകൊണ്ട് ഒരാൾ ആ കുട്ടിയുടെ കാലിൽ തൊട്ട് വന്നിച്ചിരിക്കുന്നു. എന്തൊരു മോശമായ കാര്യമാണ്. അയാൾക്ക് ദേവനന്ദ എന്ന പെൺകുട്ടിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കണം, അല്ലെങ്കിൽ കാലിൽ തൊട്ട് ആശീർവാദം വാങ്ങണം, അല്ലെങ്കിൽ ആ കാലിലൊന്നും സ്പർശിക്കണം, മറ്റൊരു ദുരുദ്ദേശവുമില്ലാതെ എന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്നത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. അയാൾ സ്ത്രീയെ കൃഷിയിടമായി കണ്ടിട്ടല്ല, അയാൾ സ്ത്രീയെ ചാട്ടവാറിനടിച്ച് ഭോഗിക്കണമെന്ന് കരുതിയിട്ടല്ല, കൊച്ചുകുട്ടികളെ പോലും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പീഡോഫൈലും അല്ല അയാൾ. മനസ്സിൽ യാതൊരു ദുഷ്ടചിന്തകളും ഇല്ലാതെ ആ വ്യക്തി ചെയ്ത എന്തോ വലിയ പാപം, ഹിന്ദു മതത്തിൽ എന്തോ വലിയ മോശപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ, അതിനെതിരെ പ്രതികരിക്കാൻ പോലും മടിക്കുന്ന സോഷ്യൽ മീഡിയ, അതിനെതിരെ മിണ്ടാൻ മടിക്കുന്ന യൂട്യൂബേഴ്സ്, എന്നാൽ ക്രൂരമായി ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തവർക്കെതിരെ വായടച്ച് മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന സോഷ്യൽ മീഡിയ. നമ്മൾ പ്രബുദ്ധത നോക്കിയിരിക്കുന്നത് ഇത്തരം ചീപ്പായ കാര്യങ്ങളിലാണ്. സാധാരണ പോലെ സംഭവിച്ച് മിണ്ടാതെ കളയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം എടുത്തു പൊക്കുകയും, എന്നാൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് ചില പ്രത്യേക മതവിഭാഗങ്ങളുടെ ഭൂരിപക്ഷം കൂടിക്കഴിയുമ്പോൾ ആ രാജ്യത്ത് നടക്കുന്ന ക്രൂരമായ ബലാത്സംഗങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും മതമാറ്റങ്ങളും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ നടക്കുന്ന ക്രൂരമായ ആക്രമണങ്ങളെല്ലാം തന്നെ നിങ്ങൾ മറച്ചു പിടിക്കാൻ നോക്കുന്നു. ആർക്ക് വേണ്ടി? നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക, നിങ്ങൾ ഈ മറച്ചു പിടിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ശാപമാണ്. ആക്രമിക്കപ്പെടുമ്പോൾ ഇതുവരെ ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെട്ടതിൽ ബ്രാഹ്മണനോ ദളിതനോ ഷെഡ്യൂൾഡ് ട്രൈബോ ഒന്നുമില്ല. ആക്രമിക്കപ്പെട്ടത് ഹിന്ദുക്കൾ മാത്രമാണ്. നിങ്ങൾക്കും അത് തന്നെ സംഭവിക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം അള്ളാഹുവിനെതിരാണെന്നും ഇസ്ലാം മതത്തിനെതിരാണെന്നും ഇതെല്ലാം യഥാർത്ഥ ഇസ്ലാം അല്ല എന്ന് വിശ്വസിച്ച് നല്ലവരാണെന്ന് കരുതി ജീവിക്കുകയാണ് നിങ്ങളിൽ നല്ലവരായ മുസ്ലിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഇതേ അവസ്ഥ തന്നെ വരും. ഇത് സംഘികൾക്ക് മാത്രമായിട്ട് കിട്ടുന്നതായിരിക്കില്ല, കിട്ടുമ്പോൾ എല്ലാവർക്കും കിട്ടും. താങ്ക് യു.